ശ്രീ പ്രമോദ് പുഴങ്കര, ഭയം ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഭയത്തിന്റെ ഒരു സാഹചര്യം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിനോട് വിധേയപ്പെടുക, ഭയപ്പെടുക എന്നുള്ളതൊരു അവസ്ഥയാണ്. ആ അവസ്ഥയെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? തീർച്ചയായും കുറ്റപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഭയത്തെയും ഫാഷിസ്റ്റ് ഭീകരതയെയും സ്വാഭാവികതയായി അംഗീകരിക്കുന്നൊരു മതനേതൃത്വത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനാ നേതൃത്വത്തെയോ ഫാഷിസത്തിൻ്റെ പിണിയാളുകളും കൂട്ടാളികളുമായിട്ടേ കാണാൻ കഴിയൂ. ഞങ്ങൾക്ക് ഭയമാണ്, അതുകൊണ്ട് ഫാഷിസ്റ്റ് രാജാവെ ജയ് ജയ് എന്ന് വിളിക്കുന്നവരെ നമുക്ക് ആവശ്യമില്ല. ഫാഷിസത്തിനെതിരെ ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര രാഷ്ട്രീയ പ്രവർത്തകരും ജനാധിപത്യ വിശ്വാസികളുമെല്ലാം കടുത്ത രീതിയിൽ പ്രതിഷേധിക്കുകയും ജയിലിൽ പോവുകയും തെരുവുകളിൽ പോരാടുകയും ഒക്കെ ചെറുതും വലുതുമായ രൂപത്തിൽ ചെയ്യുന്ന കാലത്ത് ഞങ്ങൾക്ക് പേടിയുണ്ട്, ഞങ്ങളുടെ മടിയിൽ കനമുണ്ട്, അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് ജയ് എന്ന് വിളിച്ചിട്ട് നിങ്ങളെ എല്ലാവരും നിങ്ങളൊക്കെ വളരെ ശരിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇവിടെ പറയുന്നൊന്നുമല്ല. പ്രസംഗം അങ്ങും വായിച്ചിരിക്കുമല്ലോ ശ്രീ പ്രമോദ് പുഴങ്കര. അതിശക്തമായ വാക്കുകളാണ് ഉള്ളത്. സംഘപരിവാറിനെതിരെയുള്ള രൂക്ഷ വിമർശനമാണ്. കള്ളക്കേസിൽ കുടുക്കിയ സംഘപരിവാർ സംഘടന എന്ന് പറയുന്നു. വർഗീയ കൂട്ടങ്ങൾ ഇവിടെ തന്നെയുള്ളതിനാൽ ആരും പിരിഞ്ഞു പോകരുത് എന്ന് ആഹ്വാനം ചെയ്യുന്നു. ന്യൂനപക്ഷങ്ങളുടെ മുഖമടച്ചു പൊളിക്കാൻ വർഗീയവാദികൾ നാട് നിരങ്ങിയാണെന്ന് പറയുന്നു. ഇതാണോ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പരിഹസിക്കുന്നു. ഭരണഘടനയോട് ബഹുമാനമുണ്ടെങ്കിൽ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. വർഗീയവാദികൾക്ക് മുന്നിൽ ഈ കേന്ദ്ര സർക്കാർ പത്മാസനത്തിലിരിക്കുകയാണ് എന്നതടക്കമുള്ള വാചകങ്ങൾ ദീപികയുടെ മുഖപ്രസംഗത്തിലുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു ഷാലോ ആൻഡ് ഹോളോ റെറ്ററിക്കിനപ്പുറം കൃത്യമായൊരു രാഷ്ട്രീയ നിലപാടായിട്ടാണ് മാറേണ്ടത്. ഇവിടെ പറഞ്ഞു ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് കാണില്ല, എല്ലാവരോടും ഒരേ ആകില്ല. അങ്ങനെയല്ല. സംഘപരിവാറിൻ്റെയും ഹിന്ദുത്വ ഫാഷിസ്റ്റ് പൊളിറ്റിക്സും എന്ന് പറയുന്നത് മറ്റു തരത്തിലുള്ള ഒരു രാഷ്ട്രീയം പോലെയല്ല. കമ്മ്യൂണിസ്റ്റുകാരെ, മുസ്ലിങ്ങളെ, ക്രിസ്ത്യാനികളെ, ന്യൂനപക്ഷങ്ങളെ എല്ലാം എല്ലാ തരത്തിലും ഒരു ഫൈനൽ സൊല്യൂഷൻ എന്നുള്ള പോലെ ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു രാഷ്ട്രീയ പദ്ധതിയാണിത്. അതിനെയും നിങ്ങളിവിടുത്തെ കേരള കോൺഗ്രസ് ഒരേപോലെയാണോ കാണുന്നത്? അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളെയും കോൺഗ്രസിനെയും BJPയെയും ഒരുപോലെ കാണുന്നു എന്ന് പറയുന്നത് തന്നെ കാപട്യവും കള്ളത്തരവുമാണ്. അങ്ങനെയല്ല അത് വേണ്ടത്. ഇങ്ങനെ എല്ലാ മനുഷ്യർക്കും ജനാധിപത്യ മതേതര പൗരാവകാശ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള ഈ രാജ്യത്തിൻ്റെ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നുള്ള ഘടനയെ തന്നെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാണെന്നാണോ പറയേണ്ടത്? എന്ന് മാത്രമല്ല, നിങ്ങളൊന്ന് നോക്കൂ, ഈ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം അന്നൊക്കെ മോദി അധികാരത്തിൽ വരുന്നത് എങ്ങനെയാ? ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇപ്പോൾ കേരളത്തിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വ്യാജമായ നരേറ്റീവ് ഉണ്ടാക്കിയപ്പോൾ അതിനെ ഏറ്റവും അധികം പിന്തുണച്ചതും അങ്ങനെ ഒരു ലവ് ജിഹാദ് ഉണ്ടെന്നും ഇവിടെ മുസ്ലിങ്ങൾ ക്രിസ്ത്യൻ പെൺകുട്ടികളെയൊക്കെ മതം മാറ്റാൻ ശ്രമിക്കുന്നു വിവാഹബന്ധത്തിലൂടെ എന്നൊക്കെ പ്രചരിപ്പിക്കാൻ കൂട്ടുനിന്നത് കത്തോലിക്ക സഭയാണ്. ദേ ഹാവ് ടു അപ്പോളജൈസ് ഫോർ ദാറ്റ്. എന്ന് മാത്രമല്ല, ഒരൊറ്റ കാര്യം കൂടി ഞാനിവിടെ പറയാം. ഇത്രയും കാര്യങ്ങളൊക്കെ ഗുജറാത്ത് കലാപത്തിന് ശേഷം ഇന്ത്യയിൽ അതിഭീകരമായ രീതിയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ജനാധിപത്യ പ്രവർത്തകർക്കെതിരെയും വേട്ട നടക്കുന്ന സമയത്ത് സ്റ്റാൻ സ്വാമിയെ പോലെ വയോവൃദ്ധനായിട്ടുള്ള ഒരു പുരോഹിതനെ വെള്ളം കുടിക്കാൻ ഒരു ചെറിയ സ്ട്രോ പോലും കൊടുക്കാതെ തടവറയിൽ കൊല്ലുന്ന ഒരു ഭരണകൂടത്തിൻ്റെ സ്വഭാവം ഒരു മറയുമില്ലാതെ ഇരുന്ന കാലത്ത് നിങ്ങളുടെ ആർച്ച് ബിഷപ്പ് ഇവിടെ ക്രിസ്മസിന് വിരുന്നിന് വിളിച്ച മോദിയോട് പറഞ്ഞത് ഞാൻ വായിക്കാം. മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, യുവർ വിഷൻ ഫോർ എ യുണൈറ്റഡ് ആൻഡ് പ്രോഗ്രസീവ് ഇന്ത്യ അക്കോസ് ദ ഗോസ്പൽ വാല്യൂസ് ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് സർവീസ് ടു ഓൾ എന്നാണ് പറഞ്ഞത്. അതായത് ഗോസ്പൽ വാല്യൂസ് പാലിക്കുന്ന ഒരാളാണ് സംഘപരിവാറിൻ്റെ നേതാവായ നരേന്ദ്രമോദി എന്ന് പറയുകയും അദ്ദേഹത്തിനൊപ്പം അത്താഴമുണ്ട്, എല്ലാം നമ്മൾ തമ്മിൽ തീർപ്പാക്കിയാൽ മതി എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സഭാ നേതൃത്വം എന്ന് പറയുന്നത് നിങ്ങൾ വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ഇരകൾക്കൊപ്പം കപടമായി കരയുകയും ചെയ്യുകയാണ്. അല്ലെന്ന് തെളിയിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഫാഷിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ പോരാട്ടത്തിനൊപ്പം അണിനിരക്കണം. Debate with Smriti Parithikar.